നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാത്രിയുടെ നിശബ്ദതയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രിയിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തിച്ചിരുന്നു എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് ഇവിടെ എടുക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ബോട്ടം വന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. The Lovers, the Magician, Queen of Pentacles, 6 of Swords, the Chariot, Knight of Pentacles, Knight of Wands, 3 of Swords. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ രാത്രികാല ചിന്തകളിൽ ലവേഴ്സ് കാർഡ് തെളിയുന്നത് വളരെ ശുഭകരവും ആഴമേറിയതുമായ സൂചനയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേവലം ഒരു ആകർഷണം മാത്രമല്ല, മറിച്ച് 2 ആത്മാക്കൾ തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധമാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഒരു സോൾമേറ്റ് ബന്ധം പോലെ നിങ്ങളെ അവർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഒന്നു ചേർന്ന് ഒന്നായി മാറുന്ന ലക്ഷണമാണിത്. നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അവർക്ക് ഒരുതരം പൂർണ്ണതയും സമാധാനവും ലഭിക്കുന്നുവെന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കുന്നു. മുഖംമൂടികളില്ലാതെ നിങ്ങളോട് പൂർണ്ണമായും തുറന്ന് സംസാരിക്കാനും സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താനും അവർ ആഗ്രഹിക്കുന്നു. പരസ്പരം വിശ്വാസവും ബഹുമാനവും അവരുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. രാത്രിയിൽ അവർ നിങ്ങളെ ഓർക്കുന്നത് കേവലം താൽക്കാലികമായ മോഹങ്ങൾ കൊണ്ടല്ല, മറിച്ച് നിങ്ങളോടൊപ്പം ഒരുമിക്കാനുള്ള ആഴത്തിലുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളിൽ മജിഷ്യൻ കാർഡ് തെളിയുന്നത് അവർ നിങ്ങളോട് കാണിക്കുന്ന തീവ്രമായ താല്പര്യത്തെയും ആത്മവിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഈ ബന്ധം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള എല്ലാ കഴിവുകളും തനിക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. രാത്രിയിൽ അവർ ചിന്തിക്കുന്നത് കൂടുതലും നിങ്ങളോട് എങ്ങനെ കൂടുതൽ തുറന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ ബന്ധത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അവരുടെ രാത്രികാല ചിന്തകളിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് വെറും വാഗ്ദാനങ്ങൾ നൽകുന്നതിനേക്കാൾ നാളെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളോടുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നതിനെക്കുറിച്ച് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അവർക്ക് നിങ്ങൾ വെറും ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. എങ്ങനെ നിങ്ങളെ കൂടുതൽ നന്നായി പരിപാലിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇവർക്കുണ്ടാകുന്നുണ്ട്. രാത്രിയിൽ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ നൽകുന്ന സമാധാനത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അടുത്തിടെ എന്തെങ്കിലും ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ? ഇവിടെ 6 ഓഫ് സോർഡ്സ് വരുന്നത് ചെറിയ വഴക്കിനെയും അസ്വസ്ഥതയെയും സൂചിപ്പിക്കുന്നു. അവരുടെ രാത്രികാല ചിന്തകളിൽ കഴിഞ്ഞ കാലത്തെ വഴക്കുകളോ പ്രശ്നങ്ങളോ മറന്ന് സമാധാനപരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നമുക്ക് സമാധാനമായി ജീവിക്കണമെന്ന ചിന്ത ആയിരിക്കും പ്രധാനമായിട്ട് അവരുടെ മനസ്സിലുള്ളത്. പ്രശ്നങ്ങളിൽ നിന്ന് അല്പം ദൂരത്തേക്ക് മാറി നിന്ന് കാര്യങ്ങളെ ശാന്തമായി വിലയിരുത്താൻ അവർ രാത്രിയിൽ ആലോചിച്ചേക്കാം. ഇത് ബന്ധം ഉപേക്ഷിക്കലല്ല, മറിച്ച് മനസ്സമാധാനം കണ്ടെത്താനുള്ള ശ്രമമാണ്. കഴിഞ്ഞുപോയ വിഷമകരമായ കാര്യങ്ങൾ അവർ ഇപ്പോഴും മനസ്സിൽ ചുമക്കുന്നുണ്ട്. അത് എങ്ങനെ ഇറക്കി വെച്ച് പുതിയൊരു തുടക്കം കുറിക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും അവരുടെ ചിന്ത. പഴയ മുറിവുകൾ ഉണക്കി ഒരു പുതിയ തീരത്തേക്ക്, സമാധാനമുള്ള ജീവിതത്തിലേക്ക് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ചാരിയറ്റ് കാർഡ് വരുന്നത് വളരെ പോസിറ്റീവായ സൂചനയാണ് നൽകുന്നത്. നിങ്ങളിലേക്ക് വരാനുള്ള ശക്തമായ ആഗ്രഹവും നിശ്ചയദാർഢ്യവുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അവരുടെ ചിന്തകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്. നിലവിലെ തടസ്സങ്ങൾ നീക്കി നിങ്ങളുമായുള്ള ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സ്വന്തമാക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം അവർക്കുണ്ട്. വെറുതെ ചിന്തിക്കുക മാത്രമല്ല, നിങ്ങളുമായി സംസാരിക്കാനോ കാണാനോ ഉള്ള കൃത്യമായ പ്ലാനുകൾ അവരുടെ മനസ്സിൽ മെനയുന്നുണ്ട്. ഒരു ലക്ഷ്യമായി നിങ്ങളെ കണ്ടുകൊണ്ട് ആവേശത്തോടെയും കരുത്തോടെയും നിങ്ങളിലേക്ക് അടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്.
നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള രാത്രികാല ചിന്തകൾ വളരെ സുസ്ഥിരതയുള്ളതും വിശ്വസിക്കാവുന്നതുമായതാണ്. വെറുതെ ഒരു തമാശയ്ക്കപ്പുറം നിങ്ങളുമായി ഒരു ദീർഘകാല ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ച് നിങ്ങളെ എന്നേക്കുമായി എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നും ഈ ബന്ധം എങ്ങനെ സുരക്ഷിതമാക്കാമെന്നുമാണ് ചിന്തിക്കുന്നത്. വാക്കുകളേക്കാൾ ഉപരിയായി പ്രവൃത്തിയിലൂടെ നിങ്ങളോടുള്ള ഇഷ്ടം തെളിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ സാവധാനം നീങ്ങുന്നതിൽ അവർക്ക് പരാതിയില്ല. നിങ്ങളെ ലഭിക്കാൻ എത്ര സമയം കാത്തിരിക്കാനും അധ്വാനിക്കാനും അവർ തയ്യാറാണ്. നൈറ്റ് ഓഫ് വാൺസ് കാർഡ് നിങ്ങളോട് കടുത്ത ശാരീരികവും മാനസികവുമായ ആകർഷണം അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ കാണാനോ സംസാരിക്കാനോ ഉള്ള തീവ്രമായ ആഗ്രഹം അവരെ ഉറക്കമില്ലാത്തവരാക്കാറുണ്ട്. നിങ്ങളെ സർപ്രൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രണയാഭ്യർത്ഥന നടത്താനോ അവർ ആഗ്രഹിക്കുന്നു. വെറുതെ ചിന്തിച്ചിരിക്കാതെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന ചിന്തയാണ് അവർക്കുള്ളത്. നിങ്ങളെ ഇപ്പോൾ തന്നെ വേണമെന്ന വാശി അവരുടെ ചിന്തകളിലുണ്ട്. 3 ഓഫ് സോഴ്സ് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലം അവർക്ക് ഹൃദയവേദന അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടാവാം. അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു സങ്കടക്കടലുണ്ട്. നിങ്ങളെ സ്വന്തമാക്കണമെന്നും ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്നും അവർക്ക് വാശിയുണ്ട്. എന്നാൽ നിലവിലുള്ള എന്തോ ഒരു തടസ്സമോ സങ്കടമോ അവരുടെ ഹൃദയം തകർക്കുന്നു. ആ വേദന മാറ്റിയെടുത്ത് നിങ്ങളിലേക്ക് എത്താനാണ് അവർ രാത്രികാലങ്ങളിൽ ചിന്തിക്കുന്നത്. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.